എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനെ കുറിച്ച് GCD കസ്റ്റമേഴ്സിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. GCD കോയിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ GCD വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി. ഞാൻ ഒരു സാധാരണക്കാരനാണ്. 15,000 രൂപ മാത്രം സാലറി വാങ്ങുന്ന ആളാണ്. അപ്പോൾ ഭാവിയിൽ വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇതിലിറങ്ങാമായിരിക്കുന്നത്. വെറും 1,700 രൂപയുടെ 20 ടോക്കണിൻ്റെ ഒരു കസ്റ്റമർ മാത്രമാണ്. പക്ഷേ മറ്റുള്ള ക്രിപ്റ്റോ ഫീൽഡിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഓരോ കാര്യങ്ങളും നമുക്ക് അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓരോ ലൈസൻസുകളും പ്രൂഫുകളും നമുക്ക് അയച്ചു തന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇതൊന്നും ഞാൻ വേറെ ഉള്ളതിനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊന്നും കാണാത്ത ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഫൗണ്ടർ തന്നെ നേരിട്ട് വന്ന് ഞാനാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതും നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന, വിശ്വാസ്യതയോടു കൂടി മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഒരു സംഭവമാണത്. മറ്റുള്ളതിൽ നിന്നൊന്നും നമ്മൾ ഫൗണ്ടറെ തിരഞ്ഞാൽ പോലും നമുക്ക് ആരാണ്, എന്താണ്, എവിടെയാണ് ഒരു ഐഡിയയും കിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ്, ഇതിന് 10 ഫിസിക്കൽ പ്രൊജക്ട് ഉണ്ട് എന്നതാണ്. മറ്റുള്ള പല ക്രിപ്റ്റോ കറൻസികളായാലും അവരൊക്കെ പ്രൊജക്റ്റുകൾ ഉണ്ട് എന്ന് പറയുക എന്നല്ലാതെ എവിടെ ഏത് പ്രൊജക്റ്റ് ഒന്നും യാതൊരു ഐഡിയയും നമുക്കാർക്കും കിട്ടാറില്ല. അതേപോലെ തന്നെ ചിലതിൽ പ്രൊജക്റ്റ് തന്നെ ഉണ്ടാവില്ല, കുറച്ച് ഗെയിം അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതൊന്നും നമുക്കൊരു സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഒരു സാധാരണ ജനങ്ങൾക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഒരു പ്രതീക്ഷയുള്ള, ഉപകാരപ്പെടുന്ന, എല്ലാ നിലക്കും ഉപകാരപ്പെടുന്ന ഒരു ടോക്കൺ ആയിട്ടാണ് GCD ടോക്കൺ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇതിനെ മറ്റുള്ള ടോക്കണിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എൻ്റെ പേര് ജലജ. ഞാൻ പത്തനംതിട്ട കടമ്പനിട്ട എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ GCD ടോക്കണിൻ്റെ ഒരു മെമ്പറാണ്. ഞാൻ GCD ടോക്കണെ കുറിച്ച് അറിയുന്നത് യൂട്യൂബ് ചാനൽ വഴിയാണ്. ജയകുമാർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു 10 പ്രോജക്റ്റാണ് ഉദ്ദേശിക്കുന്നത്, 10 വർഷം കൊണ്ട്. അപ്പം നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോജക്റ്റുകളാണ് സാർ പറഞ്ഞത്. അതിലുപരി ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ GCD ടോക്കണിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കുകളാണ് സാർ ചെയ്യുന്നത്. അപ്പം ഞാനും 20 ടോക്കൺ എടുത്തിട്ടുണ്ട്, എൻ്റെ മകനും 20 ടോക്കൺ എടുത്തിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ GCD ടോക്കണിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്ക് കൂടുതൽ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. യൂട്യൂബിൽ എപ്പം നമ്മൾ നോക്കിയാലും ഇങ്ങനെ ക്രിപ്റ്റോ കറൻസി പല ടോക്കണെ കുറിച്ച് കണ്ടിട്ടുണ്ട്, പല ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ നമുക്ക് GCD ടോക്കണെ കുറിച്ച് കേട്ടപ്പോൾ അതിൽ എനിക്ക് സാറിനെ ഒന്ന് വിളിക്കണമെന്നും ആ നമ്പർ ഞാൻ സേവ് ചെയ്തു, സാറിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. എന്തായാലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മുടെ ജയകുമാർ സാറിന് ആയുസ്സും ആരോഗ്യവും കൂടുതലായി കൊടുക്കട്ടെ. നമുക്ക് GCD ടോക്കൺ വിജയിപ്പിക്കണം. എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്കെല്ലാം ഇതിൻ്റെ കൂടെ ഒരു ഭാഗമാകാം. നമസ്കാരം. എൻ്റെ പേര് അലിക്കുട്ടി, മലപ്പുറം വണ്ടൂർ. ഞാൻ സൗദി അറേബ്യയിലാണ്. നമ്മുടെ GCD ടോക്കൺ മെമ്പറാണ്. ഞാനൊരു പ്രവാസിയാണെങ്കിലും ഒരു
ചെറിയൊരു സാലറിക്ക് ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ്. നമ്മുടെ GCD ടോക്കനെ കുറിച്ചും അതേപോലെ ക്രിപ്റ്റോ പ്രോജക്റ്റും GCD പ്രോജക്റ്റും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വളരെ വ്യത്യാസമുണ്ട്. GCD എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധമുള്ള പല പ്രോജക്റ്റുകളും, നമുക്ക് തന്നെ ഉപകരിക്കുന്ന പല പ്രൊജക്റ്റുകളുമാണ് അതിലുള്ളത്. ജനങ്ങൾക്ക് ഉപകരിക്കുന്ന പല പ്രോജക്റ്റുകൾ, ഹോസ്പിറ്റല്, ന്യൂസ് ചാനൽ, GCD മാർട്ട്, GCD ഹൈപ്പർ മാർക്കറ്റ്, ഇങ്ങനെ എല്ലാം തന്നെ വളരെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന പ്രോജക്റ്റുകളാണ്. തന്നെയുമല്ല, GCD മെമ്പേഴ്സിന് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കഴിവുള്ള ആളുകൾക്ക് കഴിവിന് അനുസരിച്ചുള്ള അഥവാ അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നോക്കിയിട്ട് അവർക്ക് തന്നെ അതിൽ ജോയിൻ ചെയ്യാനുള്ള ജോലിക്കുള്ള സാധ്യതയുമുണ്ട്. അത് തന്നെയുമല്ല, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ന്യായമായ വിലക്കുന്ന കിട്ടുന്ന GCD ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇതാ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. കോട്ടയത്ത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ജയകുമാർ സാറ് പറഞ്ഞു. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഇത്തരം നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കി തന്ന ഇതിൻ്റെ ജയകുമാർ സാറ് അതേപോലെയുള്ള അതിൻ്റെ അണിയറ ആളുകൾക്ക് വളരെ നന്ദി അറിയിക്കുന്നു. നമുക്കും നമ്മളുടെ തലമുറകൾക്കും വേണ്ടി നമ്മൾ ഈ വളരെ ചെറിയ ഇൻവെസ്റ്റിലൂടെ നമ്മുടെ തലമുറയെ തന്നെ നമുക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതിനുള്ളൊരു വഴിയാണ് സാറിൻ്റെ അണിയറ ആളുകളും ഇതിന് ചെയ്തു തന്നിട്ടുള്ളത്. പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. ഞാൻ ഇമെയിലിൽ തമ്പിക്കുട്ടന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 പേരാണ്, പക്ഷെ എൻ്റെ ശരിക്കുള്ള പേര് സുബ്രഹ്മണ്യനാണ്. ഞാൻ ഈ GCD കമ്മ്യൂണിറ്റീനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. GCD കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ നമ്മൾ ഫൗണ്ടർ വന്നിട്ട് ജയകുമാർ സാറാണ്. ഈ സംഭവം ഞാൻ അറിഞ്ഞത് നമ്മൾ അസീസ് സാറിൻ്റെ പ്രോഗ്രാമിൽ യൂട്യൂബിൽ കൂടെയാണ് ഞാൻ കണ്ടത്, മനസ്സിലാക്കിയത്. അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിശ്വാസമായി. പിന്നെ ഇത് മെയിനായിട്ടൊരു 10 ഫിസിക്കൽ പ്രൊജക്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ലോകത്തിൽ എത്രയോ ആയിരങ്ങളോളം ക്രിപ്റ്റോ കറൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും എന്തെങ്കിലും ഒരു പരിപാടികളായിട്ടാണ്, ഒന്നല്ലെങ്കിൽ ഗെയിംസോ അല്ലെങ്കിൽ വെറും ക്രിപ്റ്റോ അല്ലെങ്കിൽ ഫോറക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ മാത്രമായിട്ടാണ് വന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വന്നത് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അവർ പോലും വെറും ക്രിപ്റ്റോയിലാണ് തോന്നുന്നത്. പക്ഷെ അവരുടെ അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയൊരു പൈസയ്ക്ക് വന്നപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ ഇന്നത് 64,000 അങ്ങനെ എത്ര ആയിരങ്ങളുടെ മേലേക്കാണ് ഇന്നത്തെ അതിൻ്റെ വാല്യൂ. അപ്പോൾ ഒരു പ്രോജക്റ്റായിട്ട് തന്നെ അങ്ങനെ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് 10 പ്രോജക്റ്റായിട്ട് ഇത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇതിപ്പോൾ ലോകത്തിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് ഒരു പ്രത്യേക വാല്യൂ, ലോകതലത്തിൽ ഭയങ്കര ഒരു വാല്യൂ ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടറിഞ്ഞു. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു മലയാളിയാണ് ഇതിൻ്റെ ഫൗണ്ടർ. പിന്നെ ഞാനാണ് ഫൗണ്ടർ കൊണ്ട് മുമ്പോട്ട് വന്നപ്പോൾ ഒരുപാട് വിശ്വാസം വന്നു. കാരണം ഏത് ഫൗണ്ടറും ഞാനാണ് ഫൗണ്ടർ എന്നിട്ട് അത്ര പെട്ടെന്ന് മുന്നോട്ട് വരാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ല. അവർ മറിച്ച് നിന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങളും മൂപ്പര് ഞാനാണ് ഫൗണ്ടർ എന്നിട്ട് ധൈര്യമായിട്ട് മൂപ്പരനെ മുമ്പോട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ലീഗലായിട്ടാണ് മൂപ്പര് ചെയ്യണത്. ഈ 10 പ്രോജക്റ്റിന് 3 പ്രോജക്റ്റ് ഓൾറെഡി മൂപ്പര് ലൈസൻസ് എടുത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാം ലീഗലായിട്ടാണ് ചെയ്യുന്നത്. വളരെ വിശ്വസമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ ആണെങ്കിലും നമ്മുടെ ഫൗണ്ടറിനെ നമുക്ക് കാണാം. നമ്മുടെ മലയാളിയിലാണല്ലോ. ആലപ്പുഴ എവിടെയാണ് മൂപ്പര വീട്, എവിടെയാണ് നേരിട്ട് കാണാനെല്ലാം ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. പിന്നെന്ന് വെച്ചാൽ വെറും മിനിമം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 20 ടോക്കനെങ്കിലും എടുക്കാനാണ് അവർ പറയുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു 20 ടോക്കൺ എടുക്കാനാണ് വിചാരിച്ചത്. കാരണം ഞാൻ വലിയ പൈസക്കാരൻ നല്ലൊരു പാവപ്പെട്ട ആളാണ്, ആവശ്യമില്ല, ഒരുപാട് കടത്തിലൊക്കെയാണ് ഞാൻ. എങ്കിലും എനിക്കിതിലൊരു വിശ്വാസം തോന്നിയതുകൊണ്ട് 20 ടോക്കൺ എടുക്കാൻ വിചാരിച്ച സ്ഥലത്ത് ഏതായാലും നമ്മൾ കടത്തിലാകും, മുങ്ങിയേക്കാണ്, ഒരുപാട് കഷ്ടത്തിലാണ്. അപ്പോൾ രക്ഷപ്പെടാൻ അതുകൊണ്ടാണ് രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഞാനൊരു 100 ടോക്കൺ തന്നെ എടുത്തു. അപ്പോൾ ഇത് എന്തായാലും മൂപ്പര് പറയുന്ന പോലെ അത് വേൾഡിലത്തെ മറ്റേ എക്സ്ചേഞ്ച് റേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ പിറ്റേ ദിവസം മുതൽ കയറുന്നു മൂപ്പര് പറയുന്നത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ 10 പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. എത്രയോ മില്യൺ ആൾക്കാരൊക്കെ ഇതിൽ വ്യൂവേഴ്സ് ആയിട്ടുണ്ടെന്നൊക്കെ പറയണത്. അപ്പോൾ
എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞാൽ പലരും പൈസ ഉള്ളവർ വാരി കൂട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടി പോകും. ചിലപ്പോൾ ഇതന്നെ നമ്മുടെ തലയിലേക്കും മാറും. നമ്മുടെ തലയിലേക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകളുടെ തലയിൽ തന്നെ മാറാനും സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചേർന്നത്. പിന്നെ ഞാൻ ഈ ഫൗണ്ടറിനായിട്ട് നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു, എല്ലാം ഇതാക്കി. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇതൊരു നല്ലൊരു സംഭവമാണ്. ഇപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൽ ഇപ്പോൾ അവർ ഇടാനുള്ള സാങ്ഷൻ ഓൾറെഡി തരൽ കഴിഞ്ഞു. അപ്പോൾ ഇയാൾ നമ്മുടെ ഫൗണ്ടർ ഒരു നല്ലൊരു മനുഷ്യനായതുകൊണ്ട് പാവപ്പെട്ടവർ ഒരുപാട് പേര് നന്നായി എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ട് ഇത് മൂപ്പര് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് എക്സ്ചേഞ്ച് റേറ്റിൽ ഇടാന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. അങ്ങനെ ആരും ചെയ്യില്ല, കാരണം മൂപ്പര് ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ആൾക്കാർ ഇതൊരു ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാൻ നോക്കുക, ചേരണമെങ്കിൽ ചേരുക. കാരണം 1700 എന്ന് പറയുന്നത് ഒന്നൊരു വലിയൊരു വിഷയമല്ല. നമ്മളൊന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ മിനിമം ഒരു 500 രൂപയിൽ നമുക്ക് വേണം. ഇത് എത്ര കാശ് പോകുന്നുണ്ട്. അപ്പോൾ കാശില്ലാത്തവരാണെങ്കിലും ഒരു മിനിമം $20 എടുക്കാൻ ആരും മടിക്കാതെ എത്രയും പെട്ടെന്ന് എടുത്ത് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഓക്കെ, നമസ്കാരം. താങ്ക് യു.